ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതിരുചികരമായിട്ടുള്ള വീറ്റ് ഹൽവയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ കുഴച്ചെടുക്കുമല്ലോ, അതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ പൊടി നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 5 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ 5 മണിക്കൂറായിട്ടുണ്ട്. ഗോതമ്പ് പൊടി കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. നമുക്കൊരു വീറ്റ് മിൽക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഈ വേസ്റ്റ് എല്ലാം കളയണം. അതിനായിട്ട് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇത്രയും വേസ്റ്റ് ഉണ്ട് ഇതിൽ. ഇത് നമുക്ക് ഒഴിവാക്കാം. ഹൽവ ഉണ്ടാക്കാനുള്ള വീറ്റ് മിൽക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ട പഞ്ചസാര നല്ല പെർഫെക്റ്റ് ആയി തന്നെ കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ ഹൽവ ഉണ്ടാക്കുന്നത് അതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വീറ്റ് മിൽക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെക്കുക ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കിയാൽ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇതിലോട്ട് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ട ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഹൽവയുടെ ഒരു റിയൽ ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം കുറവായിരുന്നു. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ട നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഹൽവ റെഡിയാക്കാൻ തുടങ്ങിയിട്ട് 45 മിനിറ്റ്സ് ആവാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട നന്നായിട്ട് കുറുകി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മളിത് വാങ്ങി വെക്കേണ്ടത്. ഞാനിവിടെ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്ത എള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 മണിക്കൂർ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത് 3 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ഹൽവ നോക്കി അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നോക്കി എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ഹൽവയാണിത്. നല്ല രുചിയാണ് കഴിക്കാൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി വീറ്റ് ഹൽവ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.